എങ്ങനെയാണ് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഭയങ്കര ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ നിന്നുണ്ടായപ്പോൾ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്തായിരുന്നു? എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നല്ലതെന്നുള്ളൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഉണ്ട്. എൻ്റെ ഇൻഡക്ഷൻസിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്ന ആളുകളിൽ രക്ഷപ്പെട്ടിട്ടുള്ളവർ, കാശ് ഉണ്ടാക്കിയിട്ടുള്ളവർ ബാർ ഹോട്ടൽ ഓണേഴ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബാർ ഹോട്ടൽ തുടങ്ങിയ രക്ഷപ്പെടാം. അത് ചെറുപ്പത്തിലാണ്, അതെന്താ നാട്ടിലും കണ്ടുപിടിക്കും, ചെറിയ പ്രായത്തിലാണ്. അത് എന്താണ് ഓർഗനൈസേഷൻ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഓർഗനൈസേഷൻ ഒപ്റ്റെയിൻ അല്ല അച്ചീവ്മെൻറ്റ്സ് അങ്ങനെ ഇതിൻ്റെ എന്താ ഉള്ളതെന്ന് അറിയില്ല. അന്ന് ഞാൻ സെറ്റ് ചെയ്തൊരു ഗോളാണ് ഇതൊരു ഹ്യൂജ് ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ തുടങ്ങുന്ന ഒരു വലിയ തുക വേണം. എൻ്റെ ഫാമിലിയിൽ എന്താണ് അത്ര എടുക്കാൻ ഒരു ബാക്കപ്പ് ഇല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഫാമിലി സപ്പോർട്ടോട് അഥവാ കിട്ടിയെങ്കിൽ തന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അതിൻ്റെ വാല്യൂ ഇല്ലല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ തോന്നിയതാണ് സിനിമയിലൂടെ ഫാഷൻ ഉണ്ടാക്കി ബിസിനസ് തുടങ്ങി. അതെന്ന് പറയുമ്പോൾ സിനിമയത് നമുക്കറിയത്തില്ല, അതിൻ്റെ വശം കൂടെ അറിയത്തില്ല. സിനിമയെന്ന് പറയുമ്പോൾ ഏത് സമയത്താണ് എത്ര വയസ്സിലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെറുപ്പമാണ്. കാരണം ഞാൻ എപ്പോഴും സ്കൂളിൽ കാരണം അത് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ സ്ട്രോങ്ങർ ആക്കുന്നത് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ എപ്പോഴും ഒരു പഴഞ്ചൊല്ല് പറയുന്ന ഒരു കാര്യം പറയും, തീരുണ്ടായത് ഒരിക്കലും നമ്മൾ വെയിലത്ത് പാടത്തില്ല. തീരുണ്ടായി എത്ര പേര് കൊണ്ടാലും ഒരു വെയിലത്തോ അല്ലെങ്കിൽ ചെറിയൊരു മഴയത്തോ നശിച്ചു പോകുന്നില്ല. അതെപ്പോഴും അത് അതിൻ്റെ ഒരു പവറോട് കൂടി നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളോ നമ്മളെ സ്ട്രോങ്ങർ ആക്കുന്നത്, നമ്മളെ മെച്യൂർ ആക്കുന്നതിൽ നല്ല നല്ല ഡിസിഷൻസിലേക്ക് നമ്മളെ എത്തിച്ചേരുന്നത് നമ്മുടെ ചുറ്റുപാടുകളോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സിനിമയിലൂടെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വരാനി എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റി നേരത്തെ മെൻഷൻ ചെയ്തല്ലോ. അപ്പോൾ വരാനി എന്ന സിനിമയിലേക്ക് എങ്ങനെ എത്തി? സിനിമ എന്നത് ആഗ്രഹം എങ്ങനെ എത്തിയതാണ്? ആക്ച്വലി വരാക്കി ഒരു ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിനൊക്കെ വലിയ എന്തെങ്കിലും ഒരു നല്ല കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഒരു ആഗ്രഹമാണ്. അതിൻ്റെ അടിസ്ഥാനമൊക്കെ ആദ്യം ചിലപ്പതികാരം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പ്രൊജക്റ്റിൻ്റെ അസൈനായി അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത പ്രീ പ്രൊഡക്ഷനും കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുണ്ടായിരുന്ന ബോസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, ഹരിത കേരള സർവീസ് സൊസൈറ്റിയുടെ ഫൗണ്ടർ. അദ്ദേഹം സ്ട്രോക്ക് വന്ന് മരണപ്പെട്ടു പോയി. സോ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ് ആയിപ്പോയി, പിന്നെ സാധിച്ചിട്ടില്ല. ആക്ച്വലി ഫോർ ഫിലിം ഞാൻ അൺലക്കിയസ്റ്റ് ഡയറക്ടറാണ്, അല്ലെങ്കിൽ അൺലക്കിയസ്റ്റ് മേക്കറാണ്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ ഔട്ട് വന്നിട്ടില്ല, കാരണം പലത് പെട്ടിയിലായിപ്പോയി. അത് പലത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വരുന്ന ഇഷ്യൂസാണ്. അത് ചിലപ്പോൾ മണ്ണിക്ക് പ്രോപ്പർ ആയിരിക്കും വരാം. അത് പല ഇഷ്യൂസ് കൊണ്ട് വരുന്നത് ഒരു മേജർ ഇട്ടാണ്. അത് പിന്നെ നമ്മൾ അതിനകത്ത് വലിയ കാര്യങ്ങൾ ചെലുത്താറില്ല. കാരണം ആ പ്രൊഡക്റ്റിന് നമുക്കൊരു പേയ്മെൻറ്റ് തന്നായിരിക്കും ഒരു സ്റ്റോറിയൊക്കെ എടുത്തേക്കത്. പിന്നെ നമ്മൾ അതിന് മേലെ അതിനകത്ത് വർക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മളുടെ ക്രൂ മെമ്പേഴ്സിന് പോരാത്തൊരു പ്രൊഡ്യൂസറാണ് ഒരു ബാക്ക് ബോൺ, അല്ലെങ്കിൽ ഒരു അടിത്തറയെന്ന് പറയുന്നത്. ഇതിലാണ് ഒരു ഡയറക്ടർ ആ ഒരു കെട്ടിട സംശയം പടുത്തു വരുന്നത്. ഒരു കെട്ടിടമായിട്ട് നമ്മളെ സിനിമയെ കണക്ക് കൂട്ടുക. ഇതിനകത്ത് പ്രൊഡ്യൂസർ ബില്ലിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ വരുന്നുണ്ട്, പെട്ടെന്ന് അടിത്തറ പൊളിഞ്ഞു പോകുമ്പോൾ എല്ലാം കൂടെ സ്ട്രക്ചർ പോലെ താഴെ പോകുന്നല്ലോ, ഞാൻ വീണ്ടും റീബിൽഡ് ചെയ്യും. സോ അങ്ങനെ വന്നതാണ് വരാക്കി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്. വരാക്കി ആക്ച്വലി അത് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡ് അത് ഇന്ത്യയിലുള്ള പല ലാംഗ്വേജുകാർ കൈകാര്യം ചെയ്ത്. അതിലെല്ലാം ഉപരി ഒരു ഇറ്റാലിയനാണ് ഒരു VFX അറിയിച്ചിരിക്കുക, ക്രിസ്ത്യൻ സ്കിമോ. എൻ്റെ ഒരു വലിയ ഫ്രണ്ടാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എനിക്ക് എപ്പോഴും ഇൻ്റർവ്യൂ കാണുന്നുണ്ടേ പോലെ ഐ ഓൾവേസ് താങ്ക്ഫുൾ ടു യു. ബിക്കോസ് നമ്മളുടെ ഒരു പയ്യതിലുപരി ഞാനൊരു നല്ല സ്റ്റോറി പറഞ്ഞപ്പോൾ അത് അപ്രോച്ചിങ് ഒരു മെൻറ്റാലിറ്റി ഉള്ളല്ലോ. ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളുടെ ഒരു ഇൻറ്റൻഷനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യത്തിനെ ഒക്കെ നല്ല അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. നല്ല കാര്യങ്ങൾ കേട്ടോ, എനിക്കിഷ്ടം അങ്ങനെ. മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്നത് നല്ലതാണ്. അത് അവിടെയാണ് ഒരു പവർ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്രിറ്റിസിസംസ് എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പോൾ AI ആണെന്ന് പറയുമ്പോൾ ഞാനത് പോസിറ്റിവിറ്റി എടുത്തത്. കാരണം ഒരു ഗോൾഡൻ ടോൺ ഗ്രേഡിംഗ് ആണ് ആ വീഡിയോയ്ക്ക് കൊടുത്തേക്കുന്നത്. പുള്ളിയുടെ പ്രൊഫഷണൽ ക്യാമറ റെക്കോർഡ് ചെയ്ത് അത് ഗ്രേഡ് ചെയ്തെടുത്തപ്പോൾ ആ ക്വാളിറ്റി കിട്ടി. അപ്പോൾ ആളുകൾ അത് AI അത് തിരിച്ചതിൽ എനിക്കിരുന്നില്ല. പിന്നെ ഞാനത് റോ ഫുട്ടേജും കൂടെ അവരെ കാണിച്ചു കൊടുത്തപ്പോൾ ശരി ഓക്കെ അങ്ങനെ. അപ്പം ഞാൻ ചില സമയം ക്രിറ്റിസിസംസ് പോസിറ്റീവാണ്. കാരണം നമ്മളുടെ അതൊരു റോങ് ടെൻഷൻ പോകത്തില്ല ജനങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റോ ഫുട്ടേജ് സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തു. കാരണം നാളെ ഒരിക്കലും ഇതൊരു AI വീഡിയോ ആണെന്ന് അങ്ങനെ പറയും. പിന്നെ പ്രമോഷൻ സമയത്ത് ഇവരൊക്കെ ലൈവ് വരും, അവരുടെ അക്കൗണ്ടൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫേക്ക് അങ്ങനെ ഇല്ല, എന്നാലും ആളുകൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒരു ഇതാണ്. കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവരെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കരുത്. നമ്മളൊക്കെ പൊതുവെ ആരോഗ്യങ്ങളുടെ ഇഞ്ച് വെച്ച് നോക്കി ഇവിടെ കുറെ പറ്റിക്കപ്പെടാനുണ്ടാകും, കുഞ്ഞു കുട്ടിയാന്നൊക്കെ പറയുന്നത്. അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇതുവരെ ഇതിനെ ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, പിള്ളേർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കേട്ടിട്ടുണ്ട്.
വൈറ്റ് ഷുഡ് നമുക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അതെല്ലാ കാര്യത്തിലും എനിക്കും അങ്ങനെ പറയുന്നത് ഇഷ്ടമില്ല, എന്നോട് ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. നമ്മളെക്കൊന്നും പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം ഇറ്റാലിയൻ ക്രിസ്ത്യൻസ് നമ്മുടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവർക്കിത് വലിയ അത്ഭുതമൊന്നുമില്ല. അവരുടെ രാജ്യത്തിന് ഒരു കോമൺ ആണ്. നമ്മുടെ ഇവിടെയാണ് ഒരു ഇത്ര പർട്ടിക്കുലർ ഏജ് വരെ അവർ വീടിൻ്റെ കീഴിലായിരിക്കണം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ കീഴിലായിരിക്കണം, അതിന് ശേഷം അവർ ജോലിക്ക് മാത്രമേ പോകാവൂ. അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു ആളുകളുടെ ബേസിക് അക്സെപ്റ്റാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഒരു തോട്ടിൻ്റെ മെയിൻ ഇഷ്യൂ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തോന്നിയിട്ടുണ്ടാവും. എപ്പോഴും ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാൻ ഒരിക്കലും അത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. എനിക്കതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നതിൻ്റെ മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാര്യം ഓൾറെഡി സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, പണ്ടാരോ വെച്ച ഒരു സിസ്റ്റമാണ് ഇപ്പോഴും പോകുന്നത്. ഇതിലൊരു ചേഞ്ചോ അല്ലെങ്കിൽ പുതിയ ഒരു ആളുകൾക്ക് എങ്ങനെ ഒരു മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ഫിയർലെസ് ആയിട്ട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ഒരു കൈൻഡ് ഓഫ് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു റോങ് ഇതാണ്. പോരാതെ കോവിഡ് എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു എപ്പിഡമിക് കൂടെ കഴിഞ്ഞത് കൊണ്ട് ആളുകൾക്ക് എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു കേരളത്തിൽ ഈ സിറ്റുവേഷൻ ഭയങ്കര കൂടുതലാണ്. കാരണം ഞാൻ ഇപ്പോൾ സെൻ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ വരുന്നുണ്ട്. അത് കട്ടപ്പനയിൽ നമ്മുടെ അറക്കൽ ബിൽഡിംഗ് തേർഡ് ഫ്ലോറിൽ അതിൻ്റെ ഫർണിഷിംഗ് ഒക്കെ നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇൻവെൻഷൻ ചെയ്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിനകത്ത് ട്യൂഷൻസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സൗത്ത് ആദ്യമായിട്ട് VR നമ്മൾ മാത്സ് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ട്യൂഷൻസ്, നോർമൽ ട്യൂഷൻസ്, അതും ക്ലാസ് ഷിഫ്റ്റ് വെച്ച് അത് നമ്മൾ 5 രൂപയ്ക്ക് ഒരു മാസം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതൊരു വലിയ ഇൻവെൻഷനായിട്ട് ഞങ്ങൾ കരുതുന്നത്. അത് സെൻട്രലൈസ് ബേസിക് ക്ലാസ് റൂംസ് ആയിരിക്കും, വെൽ ഫർണിഷ്ഡ് ആയിരിക്കും. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല പ്രൊഫഷണൽ ടീച്ചേഴ്സ് ആയിരിക്കും. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അത് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ നല്ല ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം നല്ല കാലിബറുള്ള നല്ല ടാലൻ്റ് ഉള്ള ആളുകൾക്ക് നല്ല ഇത് ആവശ്യമാണ്. അത് നല്ല സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, ആദ്യത്തെ ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞത് ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ എന്നെക്കാട്ടിലും ഐഡിയാസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നവർ തന്നെ കാണും. അവർക്ക് എങ്ങനെ എക്സിക്യൂഷൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. ഇതിനെല്ലാം ഒരു പ്രോപ്പർ സൊല്യൂഷൻ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ നല്ല സ്കില്ലിന് വേണ്ടി ചെറിയ ട്രെയിനിങ്സ് കൊടുക്കും. അതായത് മത്തിനെയോ അല്ലെങ്കിൽ വീക്കിലെയോ നല്ല ഏതെങ്കിലും ഓൺട്രപ്രണറോ അല്ലെങ്കിൽ വെബ് ഡിസൈൻ ഡെവലപ്പറോ ഇതിന് സീരിയസ് ആയിട്ടുള്ള ലോക്കൽസ് എല്ലാം സീരിയസ് ആയിട്ടുള്ള ആരെങ്കിലും വന്ന് അതിന് വേണ്ടി നല്ല ക്ലാസ്സിൻ്റെ അടുത്ത് കൊടുക്കുക. അങ്ങനെ ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ ഫോം എന്ന് വെച്ചാൽ പുതിയ സിസ്റ്റം അല്ല. കാരണം നമ്മുടെ ചെറിയൊരു സ്റ്റാർട്ടപ്പാണ് അത് സ്ട്രീംലെക്സിൻ്റെ കീഴിൽ തന്നെയാണ്. അതൊരു ചെറിയ സ്റ്റാർട്ടപ്പാണ്. അതിന് ഇത്ര വലിയ സംഭവമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. പണ്ട് ആരുടെയോ ചിന്താഗതികളിൽ നിന്നാണ് സ്വാതന്ത്ര്യം എന്നുള്ളൊരു വലിയ ആശയം തന്നെ രൂപപ്പെട്ടത്. അതുപോലെ നമ്മളുടെയൊക്കെ ചിന്താഗതികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് നല്ല ആശയങ്ങളുണ്ട്. ഇതിനെ പുറത്തെടുത്താൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി ഒരു പുതിയ ഒരു കാര്യത്തിന് തുടക്കമായി മാറും അത്.